ഒരുപാട് പേടിപ്പെടുത്തുന്ന മരണവാർത്തകൾക്കിടയിൽ നമ്മെ അത്രയധികം പൂതിപ്പെടുത്തുന്ന ഒരു സംഭവം. മരണം എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മെ തേടിയെത്തുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ചില വിടവാങ്ങലുകൾ കാണുമ്പോൾ നാം അറിയാതെ കൊതിച്ചു പോകും. നാഥാ, ഇതേപോലെ ഒരു നല്ല മരണം എനിക്കും നീ തന്നിരുന്നെങ്കിൽ. അത്തരത്തിലുള്ള ഒരു വിയോഗത്തിൻ്റെ വാർത്തയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. കർണാടക ജില്ലയിലെ കുന്ദാപുരത്തിനടുത്തുള്ളൊരു പള്ളി. അസർ ബാങ്കിൻ്റെ സമയത്ത് അബ്ദുൽ ലത്തീഫ് മദനി എന്നൊരു ഉസ്താദ് അള്ളാഹുവിൻ്റെ കലിമ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മഹത്തായ കലിമ ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. പള്ളികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ബാങ്കലി മുഴങ്ങുന്ന സമയം, ആ പുണ്യനിമിഷത്തിൽ ഒരു ഉസ്താദ് തൻ്റെ റബ്ബിലേക്ക് യാത്രയാവുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്രയാവുക. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായ ഒരു സമയത്ത് സൃഷ്ടാവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുക എന്നത് പടച്ചവൻ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഭൂമിയിലെ അവസാനത്തെ ശ്വാസം പള്ളികളിൽ നിന്നുള്ള തക്ബീർ ധ്വനികൾക്കൊപ്പം നിലയ്ക്കുക എന്നത് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല ആ ഉസ്താദിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നല്ല മരണം ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഉസ്താദിൻ്റെ മരണം എത്രയേറെ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്, നമുക്ക് എത്രമാത്രം കൊതി തരുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാമോ നീ പോവല്ലേ, ഞാനൊന്ന് തൗബയാൽ മനസ്സേ കഴുകട്ടെ. ആർത്തുല്ലസിക്കും കാലം മറക്കുന്നു പടച്ച റബ്ബേ, പിടക്കുന്ന ഹൃദയക്കൂട് നിലക്കുമെന്നോർത്തിടാതെ ചലിക്കുന്ന ദേഹത്താലെ നിലം വിട്ട പോക്കാണിവിടെ. വിലപ്പെട്ട ജീവിതമാണ് തുലക്കുന്നു മായികമാല്. മോശമാം പല ചെയ്തികൾ വെള്ളപൂശിക്കണ്ട്, കാശിനായി വിഷവിത്തുകൾ സുഖങ്ങളായി കൊണ്ട്. നഫ്സിന് പറയാമോ നീ പോവല്ലേ, ഞാനൊന്ന് തൗബയാൽ മനസ്സേ കഴുകട്ടെ. നിറം തീർത്ത ജാലകലോകം പുറം ഓടിയിരുളായി മാറും. പറഞ്ഞിട്ട സൗഹൃദ ചിത്രം വിറയാലെ കൈകൾ ഉയർത്തും. മറഞ്ഞങ്ങ് പോകും ഞാനും, കറുപ്പാകെ കണ്ണിൽ നിറയും. മറക്കില്ല എന്നൊരു പറ്റം പൊയ് വാക്കും മെല്ലെ മറക്കും. കാലമാം പൂന്തോണിയിൽ അന്നെൻ്റെ പേര് ശൂന്യം. കോലമാം പൂവെള്ളയിൽ കെട്ടിപ്പുതച്ച് ദേഹം. നഫ്സിന് പറയാമോ നീ പോവല്ലേ, ഞാനൊന്ന് തൗബയാൽ മനസ്സേ കഴുകട്ടെ.